എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഭവിക്കുന്നത് എന്താണ്? ആളുകൾ പിരിഞ്ഞു പോകണമെന്നത് പോലീസ് അവിടെ ബാനർ ഉയർത്തി കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു പോലീസ് ആക്ഷന് സാധ്യതയുണ്ടോ? അവിടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സ്ഥിതിയാണോ നിലവിൽ? സജിത്ത്, നിലവിൽ സ്ഥിതിഗതി നിയന്ത്രണ വിധേയമാണ്. ചില പ്രവർത്തകർ പോലീസ് സ്റ്റേഷന്റെ ഭാഗത്തേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തുമ്പോൾ പ്രവർത്തകരെ നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഔദ്യോഗിക നടപടിക്രമങ്ങളുടെ ഭാഗമായി ജനക്കൂട്ടം പിരിഞ്ഞു പോകണമെന്ന ഒരു മുന്നറിയിപ്പ് അവിടെ പോലീസ് പ്രദർശിപ്പിച്ചിരുന്നു. ഇനി അടുത്ത നടപടി ഈ ലാത്തി ചാർജിലേക്കോ തണ്ണീർ വാതകം പ്രയോഗിക്കുന്നതിനോടൊക്കെ കടക്കുകയാണ്. എന്തായാലും അത്തരമൊരു നടപടിക്രമത്തിലേക്ക് കടന്നിട്ടില്ല. നേരത്തെ റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു. ഒപ്പം വാഹന ഗതാഗതം തടയുകയും ബാരിക്കേഡുകളൊക്കെ ഉപയോഗിച്ച് മറിച്ചിടുകയും ട്രാഫിക് സിഗ്നലുകൾ അടക്കം മറിച്ചിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത്. ഉത്തരമേഖല ADGPയുടെ കാര്യാലയവും നടക്കാവ് പോലീസ് സ്റ്റേഷനും രണ്ട് ഗേറ്റിന്റെ ഒരു ഭാഗത്ത് തന്നെയാണ്, രണ്ട് ഗേറ്റുകളാണുള്ളത്. ആ ഭാഗത്ത് വലിയ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി പോലീസുകാരെയാണ് രണ്ടിടത്തുമായി വിന്യസിച്ചിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല ആയതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിനു മുന്നിലായിരുന്നു ഇത്രയും നേരം പ്രവർത്തകർ പ്രതിഷേധിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും പോലീസിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ പ്രവർത്തകർ ആ വശത്തു നിന്നും മറുവശത്തേക്ക് കണ്ണൂർ റോഡിൽ കോഴിക്കോട് നഗരത്തിലേക്ക് പോകുന്ന ആ ഭാഗത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രതിഷേധ പരിപാടികൾ അല്ലെങ്കിൽ പോലീസിന് നേരെയുള്ള ഒരു കയ്യേറ്റം പോലെയുള്ള അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന അടക്കമുള്ള
നടപടിക്രമങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും മറ്റൊരു വശത്തേക്ക് അവർ ഈ കോഴിക്കോട് നഗര ഭാഗത്തേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും സംഘർഷത്തിന്റെ വക്കോളം എത്തിയിരുന്നു കാര്യങ്ങൾ. പോലീസ് സ്റ്റേഷനിലേക്ക് തള്ളിക്കയറാനുള്ള ഒരു നീക്കങ്ങൾ നടത്തുകയും പോലീസ് ജനക്കൂട്ടം പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെ ഇപ്പോൾ പ്രവർത്തകർ മറുവശത്തേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും ഒരു സംഘർഷം ഉണ്ടായില്ല എന്നതാണ് ആശ്വാസകരം. ജലപീരങ്കി അടക്കമുള്ളവ തയ്യാറായി ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഗ്രനേഡ് പോലുള്ള കാര്യങ്ങൾ ഇന്നലെ പ്രയോഗിച്ചതാണ് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും ആ സാധ്യതകളൊക്കെ ഇപ്പോൾ തൽക്കാലം ഒഴിവായിരിക്കുകയാണ്. പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി മാർച്ചോടുകൂടി ഇവിടെ നിന്നും പുറപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സജിത്ത്. യെസ്, പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധം മാറ്റുകയാണ്, മറ്റൊരിടത്തേക്ക് പോവുകയാണ്. എന്തായാലും നേതൃത്വം ഇടപെട്ടുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കമുണ്ടാകുന്നത്. സംസ്ഥാനത്ത് പല ഇടങ്ങളിലും ഉണ്ടാകുന്ന പ്രതിഷേധം അത് പലപ്പോഴും നേതാക്കൾക്ക് നിയന്ത്രിക്കാൻ തന്നെ പാടുപെടുന്നുണ്ട്. വൈകാരികമായി ഏറ്റെടുത്തുകൊണ്ട് പ്രതിഷേധിക്കുന്ന പ്രവർത്തകരൊക്കെ ഉണ്ട്. അങ്ങനെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധമാണ്. കോഴിക്കോട് വൈകിട്ടാണ് പേരാമ്പ്രയിലേക്ക് പ്രതിഷേധമുണ്ടാവുക. ഈ വിഷയത്തിൽ അത്തരം നീക്കം കൂടി ഉണ്ടാവുക. അനീഷ്, ഒരു കാര്യം കൂടി, പോലീസിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ? കാരണം പോലീസാണല്ലോ ഒരു MBA ലാത്തി ചാർജ് ചെയ്തു, മൂക്കിന് തകർത്തു, മൂക്കിന് പരിക്കേൽപ്പിച്ചു എന്ന ആക്ഷേപം നേരിടുന്നത്. അതുകൊണ്ട് പോലീസിനെ ഔദ്യോഗികമായി വിശദീകരിക്കാൻ സാധ്യതയുണ്ടോ? പോലീസ് ഇന്നലെ തന്നെ നൽകിയ വിശദീകരണം ലാത്തി ചാർജ് നടത്തിയിട്ടില്ല എന്നതായിരുന്നു. ഒപ്പം FIR-ൽ ചൂണ്ടിക്കാട്ടിയത് ഈ ഡിവൈഎസ്പിയുടെ കൈവശം ഗ്രനേഡ് ഇരുന്ന് ലൂസായി താഴേക്ക് വീഴുകയും പരിക്കേൽക്കുകയുമാണ് ചെയ്തത്. ചില മാധ്യമപ്രവർത്തകർക്കെതിരെ കൂടെ പ്രതിഷേധക്കാർ തിരിയുന്നുണ്ട് എന്നാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഒരു മാധ്യമപ്രവർത്തകനെ തള്ളി നീക്കി കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്ന കാഴ്ച കാണാൻ കഴിയും. പക്ഷേ മറുവശത്ത് ചില പ്രവർത്തകർ ഇടപെട്ട് അത് പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് വരുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു മാധ്യമപ്രവർത്തകരാണ്, അയാളെ വളഞ്ഞു വെച്ചിരിക്കുകയാണ് പ്രവർത്തകർ. അവിടേക്ക് കൂടുതൽ പ്രവർത്തകർ വരികയും അവരെ ഒരു വശത്തേക്ക് തള്ളി നീക്കുകയും ചെയ്യുന്നു. വലിയ ആക്രോശമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇതുവരെ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നില്ല. എന്നാൽ ഒരു പിടിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. നേതാക്കൾ ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു. ആ പ്രവർത്തകർ അവിടെ നിന്നും മാറ്റിക്കൊണ്ടു പോയിരിക്കുന്നു. നേരത്തെ പേരാമ്പ്രയിൽ കഴിഞ്ഞ മാസം നടത്തിയ നൈറ്റ് മാർച്ചിനോടനുബന്ധിച്ചും വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതി ശാന്തമായിരിക്കുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയ പ്രവർത്തകരെ സാന്ത്വനിപ്പിച്ച് സമാധാനിപ്പിച്ച് അവർ മറുവശത്തേക്ക് നീക്കിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകർക്കെതിരെ തിരിഞ്ഞ പ്രവർത്തകരെയും നേതാക്കൾ തന്നെ ഇടപെട്ട് പിന്തിരിപ്പിച്ചിരിക്കുന്നു. എന്തായാലും പ്രവർത്തകർ ഇപ്പോൾ മാർച്ചായി ഈ പോലീസ് സ്റ്റേഷൻ ഭാഗത്തു നിന്നും മാറിയിരിക്കുന്നു. നടക്കാവ് സ്കൂളിന് സമീപം പിന്നിട്ട് ആ മാർച്ച് നീങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇന്നലെ രാത്രിയിൽ വലിയ സംഘർഷമാണ് ഇവിടെ ഉണ്ടായത്. മാർച്ച് നടത്തിയ പ്രവർത്തകർ ഫ്ലെക്സ് ബോർഡുകളും ട്രാഫിക് ബാരിക്കേഡുകളും ഒക്കെ തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇന്ന് രാവിലെ ഇപ്പോൾ എന്തായാലും സമാധാനപരമായാണ് ഈ ഘട്ടം വരെ ഈ പ്രതിഷേധം നീങ്ങിയിരിക്കുന്നത്. സജിത്ത്. കോഴിക്കോട്ടെ സാഹചര്യം അതാണ്. പോലീസ് സ്റ്റേഷന് മുന്നിലെ പ്രതിഷേധം ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. ഇതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകന് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായി. പിന്നെ പ്രവർത്തകർ നേതാക്കളൊക്കെ ഇടപെട്ട് അവരെ അനുനയിപ്പിച്ചു വിടുന്നു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ പ്രതിഷേധമാണ് ആസൂത്രണം ചെയ്യുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രതിഷേധ പരിപാടികൾ ശക്തമായി ഉണ്ടാവുമെന്ന് കരുതാം. ഇപ്പോൾ കോഴിക്കോടിൻ്റെ മറ്റിടങ്ങളിലും പ്രതിഷേധമാണ്. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലാണ് ഷാഫി പറമ്പിൽ ചികിത്സയിലുള്ളത്. അവിടേക്ക് നേതാക്കൾ വന്നു പോകുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ കൂടുതൽ വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ബോധപൂർവമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു, അതാണ് ഇത്തരം സാഹചര്യം ഉണ്ടാക്കിയത് എന്നതാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ ഉന്നയിക്കുന്ന ആക്ഷേപം. ഇത്തരത്തിൽ സമരത്തിൻ്റെ മുൻനിരയിൽ വന്ന് നിന്നുകൊണ്ട് അത് പ്രശ്നമുണ്ടാക്കാൻ ബോധപൂർവമായി MP ശ്രമിച്ചു, ഷാഫി പറമ്പിൽ ശ്രമിച്ചു എന്ന ആക്ഷേപം കൂടി ഇവർ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അല്പസമയം മുമ്പ് കോഴിക്കോട് ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉണ്ടായ ആ പ്രതിഷേധ ദൃശ്യങ്ങളാണ്.